ഒരു ശതാബ്ദകാലമായി കർക്കിടകത്തിലെ എല്ലാ ദിവസവും സമ്പൂർണ്ണ രാമായണം പാരായണം ചെയ്യുന്ന ഒരിടമുണ്ട് തിരുവനന്തപുരത്ത്. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിലാണ് ഈ അത്ഭുതം നടക്കുന്നത്. ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തഥാ. മനുഷ്യജീവിതത്തിന്റെ സർവ്വതലങ്ങളെയും വിമലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ തുഞ്ചത്താചാര്യൻ രചിച്ച അധ്യാത്മരാമായണമാണ് കഴിഞ്ഞ 100 വർഷങ്ങളായി ഇവിടെ പാരായണം ചെയ്യുന്നത്. ആശ്രമത്തിലെ അന്തേവാസികളും ഭക്തജനങ്ങളുമൊക്കെ ഇതിൽ പങ്കാളികളാകുന്നു. ഒരു വ്രതാനുഷ്ഠാനം പോലെ സ്വീകരിച്ച് പാരായണം ചെയ്യാൻ ദൂരെ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്തുന്നു. ശ്രീരാമദാസ ആശ്രമത്തിന്റെ സ്ഥാപകനായ നീലകണ്ഠ ഗുരുപാദരിൽ നിന്നും 1920 രാമായണ പാരായണത്തിന് തുടക്കമാവുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യനും ശ്രീരാമദാസ മിഷന്റെ സ്ഥാപകനുമായ സ്വാമി സത്യാനന്ദ സരസ്വതി ഈ കർമ്മത്തെ കൂടുതൽ പ്രോജ്വലമാക്കി. ഭക്തിയുടെയും സംസ്കാരത്തിന്റെയും സമന്വയമായ ഈ സംരംഭത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷിയാണ്. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, കർക്കിടക മാസം എന്ന് പറയുന്നത് ദക്ഷിണായനത്തിന്റെ ആരംഭമാണ്. അതുകൊണ്ട് ആ ദക്ഷിണായനം തുടങ്ങുമ്പോൾ തന്നെ ശാരീരികമായും മാനസികമായും ഒക്കെ പ്രശ്നങ്ങൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഭൂമിയിലെ ജീവികളെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നു. അതിന് കാരണം ദക്ഷിണായനമാണ്. സൂര്യൻ തെക്കോട്ട് മാറി സഞ്ചരിക്കുന്ന സമയമാണ്. ആ സമയത്തിൻ്റെ ആ ഒരു പ്രതികൂലതയെ പരിഹരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ദോഷങ്ങൾ പരിഹരിക്കുവാൻ ഉള്ള ഒരു വലിയ പദ്ധതിയായിട്ടാണ് ഈ രാമായണ പാരായണം അല്ലെങ്കിൽ രാമായണ മാസം കർക്കിടകത്തിൽ വച്ചിരിക്കുന്നതും സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നതും. പ്രഭാതത്തിൽ ആശ്രമോചിതമായ ചടങ്ങുകളോടെ ബാലകാന്ഡം മുതൽ പാരായണം ആരംഭിച്ച് രാത്രി യുദ്ധകാന്ഡത്തിലെ പട്ടാഭിഷേകത്തോടെ ഒരു ദിവസത്തെ പാരായണം അവസാനിപ്പിക്കുന്നു. അങ്ങനെ യാതൊരു മുടക്കവും കൂടാതെ എല്ലാ ദിവസവും ഇവിടെ സമ്പൂർണ്ണ രാമായണം പാരായണം ചെയ്തു വരുന്നു. രാമായണം എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിലൂടെ നമുക്ക് കിട്ടുന്ന ബോധ്യം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് എന്ത് കർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നാണ്. മനുഷ്യനായി ജനിച്ചാൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് എന്നും ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഈശ്വരനായി തീരുക ആണ് എന്നും രാമായണത്തിൽ നിന്നും നമുക്ക് ബോധ്യമാകും. രാമായണത്തിന്റെ പ്രസക്തി എക്കാലവും നിലനിർത്തേണ്ടതാണ് എന്ന ഉദ്ദേശ്യശുദ്ധി കൂടി ഈ പാരായണത്തിന് പിന്നിലുണ്ട്. ഉദയാസ്തമയങ്ങളെ ജയിച്ച മഹാകാവ്യമാണ് രാമായണം. ഈ ആശ്രമത്തിൽ ദിനഭേദങ്ങളില്ലാതെ സമ്പൂർണ്ണ രാമായണം പാരായണം ചെയ്യുമ്പോൾ അത് അജ്ഞാന തിമിരത്തെ ദൂരീകരിക്കാൻ തന്റെ വജ്രതൂലിക ചലിപ്പിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനോടുള്ള ആദരം കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രണമിക്കാം. അതോടൊപ്പം ആദികവി വാൽമീകിയെയും നമസ്കരിക്കാം. ക്യാമറമാൻ സത്യരാജിനോടൊപ്പം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സജി ദേവി.